ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ യൂട്യൂബിന്റെ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ ഞാനിങ്ങനെ യൂട്യൂബിന്റെ വീഡിയോസ് ഒന്നും ഇങ്ങനെ ഇടാറില്ല, പക്ഷെ ഇതെന്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യം നിങ്ങളെ കൂടെ അറിയിക്കാൻ വിചാരിച്ചു. കാരണം അത് ഒരുപാട് ആൾക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അത് വളരെ പ്രയോജനപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇടുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് കമന്റിൽ കൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. അധികം വലിച്ചു നീട്ടുന്നില്ല. അതായത് നമുക്ക് അറിയാം, നമ്മളൊരു യൂട്യൂബിന്റെ പാർട്ട്ണർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ടൊരു സംഭവമാണ്. അതായത് 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബർ ഒക്കെ കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ മെയിൽ വരുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ വളരെയേറെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ വീഡിയോസിന് പിന്നെ ആഡ് വരിക, അതിനകത്തും നമുക്ക് പൈസ ലേൺ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമ്മുടെ ഭയങ്കര സ്വപ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ മോണിറ്റൈസേഷൻ കട്ടായി പോയുള്ളൊരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നു എന്ന് പറഞ്ഞ് ഒരു മെയിലാണ് വന്നത്. അതിനു മുമ്പ് ഒരു വാർണിംഗ് മെയിലോ ഒന്നും തന്നെ എനിക്ക് വന്നില്ല. റീസൺ അവർ കൊടുത്തിരുന്നത് റീയൂസ്ഡ് കണ്ടന്റ്, ഇതാണ് അവർ റീസൺ കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കട്ടെ, എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് വന്നത്? കാര്യം ഞാൻ സാധാരണ വെളിയിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോസ് ഇടുക, നമ്മുടെ കണ്ടന്റ് അല്ലാത്ത വീഡിയോസ് ഇടുക, എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഇത് എന്തോ പറ്റി എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ കോപ്പിറൈറ്റ്, കോപ്പി ക്ലെയിമിങ്ങിനൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ എനിക്ക് യൂട്യൂബിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കോപ്പിറൈറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ഭാഗം ട്രിം ചെയ്യുക, അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ആകാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ റീയൂസ്ഡ് കണ്ടന്റും വരുമ്പോൾ നമ്മൾ റീസെന്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വീഡിയോസിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നെന്നും കരുതി ഞാൻ റീസെന്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന 2 വീഡിയോ, 2 or 3 വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഒന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് അങ്ങ് എടുത്തങ്ങ് ഡിലീറ്റ് ചെയ്തു. അതേസമയം ആ ടെൻഷനും കൊണ്ട് ചെയ്തതാണ്. കാര്യം ഇതെന്താണ് പറ്റിയത്, എന്റെ മോണിറ്റൈസേഷൻ പോയല്ലോ, തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്തത് മണ്ടത്തരമാണെന്ന് പിന്നാണ് മനസ്സിലായത്. കാര്യം നമുക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞ് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായാൽ നമുക്ക് അപ്പീൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ വീഡിയോസ് നമ്മുടേതാണ്, നമ്മുടെ ഓൺ കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അവരോട് വാദിക്കാൻ പറ്റും. അങ്ങനെ യൂട്യൂബിനെതിരെ നമുക്കൊരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് നമ്മുടെ വീഡിയോസ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് തിരിച്ചു കിട്ടും. അതിപ്പം പക്ഷെ നമ്മുടെ വീഡിയോസ് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ. പക്ഷെ ഞാൻ ആ മണ്ടത്തരം കാണിച്ചു. അതേസമയം ഇതൊന്നും ചെയ്യാതെ നമ്മുടെ യൂട്യൂബിന്റെ ഒരുപാട് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്ന നല്ല നല്ല ചാനലുണ്ട്. അപ്പൊ അതൊന്നും കയറി ഞാൻ നോക്കിയില്ല. അപ്പോൾ അവരുടെ ഒന്നും ചാനൽ കയറി നോക്കുക പോലും ചെയ്യാതെ ടെൻഷൻ കാരണം ഇതെല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങൾ തിരക്കി പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ അത് കിട്ടത്തില്ലെന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നമ്മൾ അപ്പീൽ കൊടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിജക്ഷൻ വന്നു. വീണ്ടും 90 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അന്നേരം എനിക്ക് ചിന്ത പോകുന്നത്, ദൈവമേ എന്താണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നത്? ഞാൻ എൻ്റെ ചാനലിനകത്തല്ല എൻ്റെ കണ്ടന്റ് ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ നമ്മുടെ TV പ്രോഗ്രാമിന്റെ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു TV പ്രോഗ്രാമിന്റെ നല്ലൊരു ലൈവ് തന്നെ പോയെന്ന് പറയാം. കുറച്ചു നേരം ലൈവ് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്, ചെയ്ത് തെറ്റാണല്ലോ എന്ന്. ഞാനത് ഡിലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അത് പബ്ലിഷ് ആയി കഴിഞ്ഞിട്ടും അത് ഇട്ടില്ല, ഞാൻ അതും ഡിലീറ്റ് ആക്കി കളഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ലൈവ് പോകുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇൻഫോം ചെയ്തു, ലൈവ് പോകരുത്, ലൈവ് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, ചാനൽ പോകും എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു ചെയ്തത്. പക്ഷെ ആ സമയത്ത് എനിക്ക് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് വാർണിംഗ് മെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് കുഴപ്പങ്ങളൊന്നും കാണത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എൻ്റെ ഫ്രണ്ട് പറയുകയും ചെയ്തു, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിന് പണി കിട്ടാൻ പോകുന്നത്, എന്തായാലും നോക്കാം, ഏതായാലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് യൂട്യൂബ് ഇങ്ങനൊരു പണി തന്നു. എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി.
എന്തായാലും ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തു. പക്ഷെ നമുക്ക് വേറൊരു പ്രോബ്ലം അപ്പീൽ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല. വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യരുത്, നമ്മുടെ ഓൺ കണ്ടന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വീഡിയോസ് നമ്മുടെ മൊബൈലിനകത്തുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്, അതെല്ലാം എടുത്തിട്ട് ഒരു വീഡിയോ രൂപത്തിലാക്കി യൂട്യൂബേഴ്സിന് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ അപ്പീൽ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ റീ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മോണിറ്റൈസേഷൻ ചെയ്തപ്പോൾ എന്തുവായിരുന്നു നമുക്കുണ്ടായിരുന്നത്, 1000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും നമുക്ക് വേണമായിരുന്നു. ആ സെയിം കടമ്പ നമ്മൾ ഈ ക്രൈറ്റീരിയ നമ്മൾ ഫിനിഷ് ആക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് റീ അപ്ലൈ ചെയ്യാൻ പെർമിഷൻ തരത്തുള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് സബ്സ്ക്രൈബർ എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ കുറെ നാളായിട്ട് ഇടയ്ക്കുമ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അങ്ങനെ വന്നു ഞാൻ പിന്നെ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം റീ അപ്ലൈക്ക് കൊടുത്തു. നല്ല ടെൻഷനൊക്കെ ആയിരുന്നു. ഫുൾ നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തു, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇനി ഒരേപോലെ ഇരിക്കുന്ന തംബ്നെയില് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടോ, അതൊക്കെ ഉള്ളതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒരേപോലെ ഇരിക്കുന്ന തംബ്നെയില് ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ റീ അപ്ലൈ കൊടുത്തു. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കൊടുത്തു. നെക്സ്റ്റ് ഡേയിൽ 12 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ യൂട്യൂബിന്റെ പാർട്ട്ണർ ആയെന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാര്യം നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ അതിന്റെ വേദന അറിഞ്ഞത്. കാരണം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് കിട്ടിയത് നമുക്ക് പോയി കഴിയുമ്പം നമുക്കുണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ ഫേസ് ID കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഓൺ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നമ്മുടെ ചാനൽ സേഫ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഒരു TV പ്രോഗ്രാമിന്റെ ലൈവ് പോകാൻ പാടില്ല. പിന്നെ കാരണം അത് നമുക്ക് നല്ല പണി കിട്ടുന്ന സംഭവമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ TV പ്രോഗ്രാമിന്റെ പല കാര്യങ്ങളും നമ്മൾ എന്തോ ചെയ്യാറുണ്ട്, റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം, റിവ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ ആ TV പ്രോഗ്രാമിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഇടയ്ക്കൊന്നും മാക്സിമം ഇടാതിരിക്കുക. നമ്മൾ ഇതുപോലെ ഫേസ് ID കാണിച്ചിട്ട് റിവ്യൂ പറയുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചാനലിൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഒരേപോലത്തെ ഉള്ള തംബ്നെയിലുകള്, പിന്നെ നമ്മൾ ഒരേ ഫോട്ടോ അല്ലെ ഒരേ രീതിയിലുള്ള ക്യാപ്ഷന് എല്ലാം തംബ്നെയിലെല്ലാം ഒരേപോലെ ഇരിക്കുക. അതെല്ലാം ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് പോകാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യുക. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ഒന്നും കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. ഞാൻ ഫേസ് കാണിച്ച വീഡിയോസ് ചെയ്യത്തില്ല. എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. അതായത് എനിക്ക് റീയൂസ്ഡ് പ്രോബ്ലം വരുന്നതിന് മുമ്പ് വരെയുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ അറിയാം. എൻ്റെ ഫേസ് ID കാണിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വ്ളോഗ് വീഡിയോസ് ഒക്കെ ചെയ്യുവാണെങ്കിലും എൻ്റെ ഭാഗം വരുമ്പോൾ ഞാനവിടെ ട്രിം ചെയ്യുമായിരുന്നു. കാര്യം ഞാൻ ഇടത്തില്ലായിരുന്നു. കാര്യം എനിക്ക് മടിയായിരുന്നു എൻ്റെ ഫേസ് കാണിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ തന്നെ പിന്നെ ഐഡന്റിഫിക്കേഷൻ, അതായത് അവർക്ക് കൊടുക്കുക നമ്മളാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ വായും കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. നമ്മുടെ ചാനൽ നമ്മുടെ സേഫായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. കാര്യം പോകുമ്പോഴേ നമുക്കറിയത്തുള്ളൂ അതിൻ്റെ വിഷമങ്ങൾ. എന്തായാലും ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിപ്പോയി കാണും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറൊന്നുമല്ല, നിങ്ങൾ വീഡിയോസ് ഇടുമ്പം മാക്സിമം ശ്രദ്ധിക്കുക. കാരണം പ്രത്യേക നമ്മുടെ ബിഗിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരേപോലെ ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പിന്നെ റെസ്ട്രിക്ഷൻസിൻ്റെ അവിടെ നണ്ണെന്ന് കാണിച്ചിരിക്കും. പക്ഷെ നമ്മളെങ്കിൽ പോലും വീഡിയോ പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ കോപ്പി ക്ലെയിം ഉണ്ടോ എന്ന് ഉള്ള കാര്യം നമ്മൾ യൂട്യൂബിൻ്റെ IT സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ നമ്മൾ കയറി നോക്കുക. നമ്മുടെ ചാനൽ സേഫ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് സ്ട്രൈക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ. കാര്യം 3 സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനൽ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയത്തില്ല. ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ ചാനൽ കാണാതെ വരും.
അതുകൊണ്ട് നമ്മൾ ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ ഇല്ലെന്ന്. പിന്നെ നമ്മൾ മാക്സിമം വീഡിയോസ് ഇടുക. ഞാനാണെങ്കിൽ ഇടയ്ക്കൊന്നും വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. നമ്മൾ കുറേ നാൾ വീഡിയോസ് ഇടാതിരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് വളരെയായിട്ട് കുറയും. കാര്യം നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമാണ് യൂട്യൂബിൽ ഇങ്ങനെ റെക്കമെൻഡേഷൻ പോകത്തുള്ളൂ. അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും പെട്ടെന്ന് അതങ്ങ് റീച്ച് ആവും. പക്ഷെ യൂട്യൂബുകാർ നമ്മൾ ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം സമയമൊക്കെ കണ്ടെത്തി ഇടുക. ഞാനും അതൊന്നും ചെയ്യുന്നില്ലായിരുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പം ആ തെറ്റൊക്കെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ശരി പഠിക്കുന്നത്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.